2022 ഒക്ടോബർ മാസം 10-ാം തീയതി വെളുപ്പിന് പത്രവിതരണം നടത്തിക്കൊണ്ടിരുന്ന പ്രതി നീനുവിന്റെ റൂംമേറ്റ് ആയിരുന്ന അഞ്ജിത നാട്ടിലേക്ക് പോകുന്നത് കാണാനിടയായി. തുടർന്ന് തന്റെ ബൈക്ക് റോഡിലൊരിടത്ത് വെച്ചതിന് ശേഷം പ്രതി ആ സമയം തന്റെ പതിവ് മോർണിംഗ് വാക്കിനായി കലൂർ സ്റ്റേഡിയത്തിലേക്ക് പോകുകയായിരുന്ന PW2 കൃഷ്ണൻ രാജശേഖരന്റെ സ്കൂട്ടറിന് കൈ കാണിക്കുകയും തന്നെ ഫ്രണ്ട്സ് നഗറിൽ ഇറക്കാൻ അഭ്യർത്ഥിക്കുകയും ചെയ്തു. ചാറ്റൽ മഴയുണ്ടായിരുന്നതിനാൽ വീട്ടിൽ കൊണ്ട് ഇറക്കി തരാമെന്ന് പറഞ്ഞ PW2 കൃഷ്ണൻ രാജശേഖരൻ പ്രതിയെ നീനുവിന്റെ വീട്ടിൽ കൊണ്ടുവന്നിറക്കി. നീനു വാതിൽ തുറക്കുന്നതും പ്രതി തള്ളി അകത്ത് കയറുന്നതും താൻ കണ്ടതായി PW2 കൃഷ്ണൻ രാജശേഖരൻ ഈ കോടതിയെ അറിയിച്ചു കഴിഞ്ഞു. യുവർ ഓണർ, അകത്തേക്ക് തള്ളിക്കയറിയ പ്രതി നീനുവുമായി വാക്കുതർക്കത്തിൽ ഏർപ്പെടുകയും തുടർന്ന് നടന്ന സംഘർഷത്തിലാണ് ഓട്ടോപ്സി റിപ്പോർട്ടിൽ പറയും പ്രകാരം ഒക്സിപിറ്റൽ ഫ്രാക്ചർ ഉണ്ടാവുകയും നീനു കൊല്ലപ്പെടുകയും ചെയ്തത്. I request your lordship to punish the accused at its maximum under 302 IPC and 447 of IPC. Mr. Hari. ഒന്നുകൂടി ഒന്ന് ആലോചിച്ച് നല്ല വക്കീലിനെ തരാം. ഫീസിൻ്റെ കാര്യം ബോധറിയണ്ട. അതുകൊണ്ടല്ല സാറേ, ആരെയും വിശ്വസിക്കാൻ പറ്റാത്തൊരവസ്ഥയില്ല ഞാൻ. എന്നെ സാറായിട്ട് എനിക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ. സാറേ, ഈ പോലീസ് ഉണ്ടാക്കിയ രണ്ട് സാക്ഷികൾ പറഞ്ഞ നുണയാണെന്ന് തെളിയിച്ചു കഴിഞ്ഞാൽ എന്നെ പുറത്തു വിടും. സംശയം എന്താ? ഉറപ്പാണോ? അത്ര എളുപ്പമല്ല. എനിക്ക് പറ്റും സാറേ. ഉറപ്പാ? എന്നാ ക്രോസ് തുടങ്ങാം. അഞ്ജിത, ഒക്ടോബർ 1-ാം തീയതി ഞാൻ വീട്ടിൽ വന്ന് നീനുവിനോട് സംസാരിച്ചു എന്ന് പറഞ്ഞല്ലോ, ആ സമയം ഏതാ? ഒരു 7 മണിക്ക്. ഉറപ്പാണോ? അതെ. താങ്ക് യു. ബഹുമാനപ്പെട്ട കോടതി, ഇതെൻ്റെ ഗൂഗിൾ പേ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഒക്ടോബർ 1-ാം തീയതി രാവിലെ 7:25 നീനു എനിക്ക് ട്രാൻസ്ഫർ ചെയ്ത എമൗണ്ട് ഞാൻ അതിൽ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ട കോടതി, നീനു പത്രത്തിൻ്റെ ബില്ലടച്ചിരുന്നത് മാസം തോറുമല്ല, 6 മാസത്തേക്ക് ഒരുമിച്ചാണ്. ഒക്ടോബർ മുതൽ മാർച്ച് വരെയുള്ള ഹിന്ദു പത്രത്തിൻ്റെ സബ്സ്ക്രിപ്ഷൻ എമൗണ്ടായ 1410 രൂപയാണ് ആ കുട്ടി അന്ന് എനിക്ക് ട്രാൻസ്ഫർ ചെയ്തു തന്നത്. ഓവർ ഒബ്സസ്ഡ് ആയിട്ട് പത്രം നിർത്താൻ പോകുന്ന നീനു എന്തായാലും 6 മാസത്തെ എമൗണ്ട് മുൻകൂറായിട്ട് എനിക്ക് തരില്ലല്ലോ. ഇതിൽ നിന്ന് തന്നെ നീനുവിന് എൻ്റെ സ്വഭാവത്തെക്കുറിച്ച് മോശഭിപ്രായമാണെന്ന 1-ാം സാക്ഷിയുടെ മൊഴി കളവാണെന്ന് തെളിഞ്ഞില്ലേ സാറേ? കോടതി മുമ്പാകെ സത്യം മാത്രമേ ബോധിപ്പിക്കൂ. മോർണിംഗ് വാക്കിന് പോകും വഴി പ്രതി, അതായത് ഞാൻ, നിങ്ങളോട് ലിഫ്റ്റ് ചോദിച്ചു എന്നാണ് പറഞ്ഞത്. സാധാരണ മോർണിംഗ് വാക്കിന് സ്കൂട്ടറിലാണോ പോകാറ്? സ്കൂട്ടറിലും ബസ്സിലും ചിലപ്പോൾ ടാക്സിയിലൊക്കെ പോകാറുണ്ട്. നിങ്ങൾ ഉപയോഗിക്കുന്ന സ്കൂട്ടർ ഏതാണ്? TVS Vigo പ്യുവർ വൈറ്റ്. പക്ഷെ RTO റെക്കോർഡ്സിലൊക്കെ അതിൻ്റെ ഓണർഷിപ്പ് വൺമേസ് റംലയുടെ പേരിലാണല്ലോ. ഈ റംല എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കൊളീക്കായിട്ട് വർക്ക് ചെയ്യുന്ന റംലയാണ്? അതെ അതെ. അതെന്താ അവരുടെ വണ്ടിയൊക്കെ ഉപയോഗിക്കുന്നത്? സ്വന്തമായിട്ടൊരു സ്കൂട്ടർ വാങ്ങാനുള്ള ശേഷി പോലും ഇല്ലേ? ശേഷിയൊക്കെ ഉണ്ട്. ഒന്നും സ്വന്തമാക്കാൻ ഞാൻ ആഗ്രഹിക്കാറില്ല സാർ. മേലോട്ട് പോകുമ്പോൾ നമ്മളൊന്നും കൊണ്ടുപോകാറില്ലല്ലോ. നിങ്ങളുടെ വീട് പഴയകാവ്, നിങ്ങൾ നടക്കാൻ പോണ സ്റ്റേഡിയത്തിൽ കലൂര്, അത് പിന്നെ അത്ര ദൂരം പോയി നടക്കണത്? ഇത് രണ്ടും തമ്മിൽ ഏകദേശം 10-15 കിലോമീറ്റർ വ്യത്യാസം ഉണ്ടല്ലോ. എന്തിനത്ര ദൂരം പോയി നടക്കണത്? സത്യം പറയണോ? സത്യം മാത്രമല്ലേ പറയൂ. പറ. വായി നോക്കാൻ. സത്യാണ്. അന്ന് വെളുപ്പിന് മഴ പെയ്തിരുന്നു. അന്ന് കൃത്യം എത്ര മണിക്കാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയേ? 5:15. 15 മിനിറ്റ് വേണം ഈ പറഞ്ഞ ഫ്രണ്ട്സ് നഗറിലെത്താൻ. നിങ്ങളുടെ നമ്പർ 8547570420 ആണോ? അതെ. വേറെ ഏതെങ്കിലും നമ്പർ ഉണ്ടോ? ഇല്ലല്ലോ. ടവർ ലൊക്കേഷൻ്റെ കാര്യത്തിലേക്ക് കടക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നടക്കാൻ പോകുമ്പോൾ ഞാൻ ഫോൺ എടുക്കാറില്ലല്ലോ. ഫോണപ്പം വീടിരിക്കുന്ന ടവറിലായിരിക്കും. അതങ്ങനെ തന്നെയായിരിക്കും. പക്ഷെ 5:31 വന്നൊരു കോള് അറ്റൻഡ് ചെയ്യുകയും 10 മിനിറ്റോളം തുടർച്ചയായി സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അവിടെ ഫ്രണ്ട്സ് നഗറിൽ
ഫോൺ വീട്ടിലും. അപ്പം അതങ്ങനെ സംഭവിക്കുന്നു. ഞാൻ തന്നെ അറ്റൻഡ് ചെയ്താലേ കണക്റ്റ് ആവൂ എന്ന നിർബന്ധമൊന്നും എൻ്റെ ഫോണിനില്ലല്ലോ. ആ കോൾ അറ്റൻഡ് ചെയ്തത് എൻ്റെ ഭാര്യയാണ്. അപ്പോൾ അതിൽ ആ 10 മിനിറ്റ് സംസാരിച്ചത് നിങ്ങളുടെ ഭാര്യയാണ്? അതെ, ഉറപ്പാണോ? ഉറപ്പാണ്. സാർ, ഞാൻ നേരത്തെ സബ്മിറ്റ് ചെയ്തിട്ടുള്ള അഫിഡവിറ്റ് വഴി ചില CCTV ഫുട്ടേജുകളും ഫോൺ ഡാറ്റയും എൻ്റെ എക്സ് കൊളീഗ്സ് വഴി ഹാക്ക് ചെയ്തിട്ടുള്ളതാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സബ്മിറ്റ് ചെയ്ത ഒരു സീൽ കവറിൽ ഒരു പെൻ ഡ്രൈവ് ഉണ്ട്. അതിലെ ഫസ്റ്റ് ഫോൾഡറിലെ വോയിസ് ക്ലിപ്പ് സാർ ദയവായി ഒന്ന് കേട്ടു നോക്കണം. ഒബ്ജക്ഷൻ യുവർ ഓണർ. ഓതന്റിസിറ്റി ഇല്ലാത്ത ഹാക്ഡ് ഡിജിറ്റൽ മെറ്റീരിയൽസ് ഒന്നും കോടതി തെളിവായി സ്വീകരിക്കരുത്. തെളിവായിട്ടൊന്നും എടുക്കണ്ട സാറേ, ജസ്റ്റ് ഒന്ന് കേട്ടു നോക്കാനേ പറഞ്ഞോളൂ. ഓവറോൾഡ് ഷീബ ആ ഒന്ന് പ്ലേ ചെയ്ത് നമ്മളെ സർ. ആ കേക്കട്ടെ. ആ ക്ലിപ്പ് തന്നെ. അന്ന് കൃഷ്ണനെ വിളിച്ച ആളുടെ സ്മാർട്ട് ഫോണിൽ ഓട്ടോമാറ്റിക് കോൾ റെക്കോർഡ് ഉണ്ടായിരുന്നു. എന്താടാ മുത്തേ, ആഹാ, എഴുന്നേറ്റില്ലേ? 5:30 കഴിഞ്ഞു. മഴയല്ലേടാ മുത്തേ, കുറച്ചുകൂടെ കിടക്കട്ടെ. മഴയത്ത് സുഖം പിടിച്ച് കിടക്കുകയാണല്ലേ? സുഖം കിട്ടണമെങ്കിൽ നീ വേണ്ടേടാ അടുത്ത്. അയ്യടാ, എന്നിട്ട് വേണം രാധ ചേച്ചി ഒലക്കടിക്കാൻ. എഴുന്നേറ്റ് വേഗം റെഡിയാവാൻ നോക്ക്. ഓർമ്മയുണ്ടോ, ഇന്ന് 10-ആം തീയതി. അതുകൊണ്ട് ആ ധന്യ ടീച്ചർ രാവിലെ ഓഫീസിൽ വരും. മുഴുവൻ കേൾപ്പിക്കണോ? എന്നിട്ട് അയ്യോ, വേണ്ട. ആവടാ ചക്കരെ. സാർ, അത് അത്രയും മതി. ഇതിലെ ഒരു ശബ്ദം നിങ്ങളുടെ ഓഫീസിലെ റംലയുടെ അല്ലേ? ആ അതെ. ഈ റംലയും നിങ്ങളുടെ ഭാര്യയും അഗാധ പ്രണയത്തിലാണല്ലേ? ചുമ്മാ ഭ്രാന്ത് പറയരുത്. അങ്ങനെയെങ്കിൽ മറ്റേ ശബ്ദം നിങ്ങളുടെയോ നിങ്ങളുടെ ഭാര്യയുടെയോ? ബാക്കി കൂടി കേൾപ്പിക്കണോ? അയ്യോ വേണ്ട, എൻ്റെ ശബ്ദമാണ്. അപ്പോൾ ഇദ്ദേഹം സംഭവ ദിവസം മൊബൈൽ വീട്ടിൽ വെച്ച് മോർണിംഗ് വാക്കിന് ഇറങ്ങിയെന്നും വഴിയിൽ വെച്ച് പ്രതിയായി എന്നെ കണ്ടുവെന്നും എനിക്ക് ലിഫ്റ്റ് തന്നുവെന്നും നീനുവിൻ്റെ വീടിന് മുമ്പാകെ കൊണ്ടു ചെന്നിറക്കിയെന്നും പറഞ്ഞതെല്ലാം കളവല്ലേ? എല്ലാം കളവല്ലേ? അതിന് പ്രത്യേകിച്ച് പറയണോ? അതെ. താൻ കൊള്ളാലോടു. 2 സാക്ഷിമൊഴികളും പൊളിഞ്ഞു. പ്രോസിക്യൂട്ടറെ, എന്താ അതിൻ്റെ അടുത്ത പ്ലാൻ? പല നാൾ കള്ളന് ഒരു നാൾ പിടിയിൽ. എനിക്ക് തെറ്റുപറ്റിപ്പോയി യുവർ ഓണർ. സോറി. കൃഷ്ണൻ ഒരു കൊല്ലം മാത്രമേ കിടക്കും. യുവർ ഓണർ. വേറെ വഴിയില്ല കൃഷ്ണ, ജഡ്ജിയായി പോയില്ലേ. ഡോ, ഇയാളെന്ന് പുറത്തേക്ക് നിർത്തിയത്. ഇവരെല്ലാവരും കള്ളസാക്ഷ്യം പറഞ്ഞവരല്ലേ സാർ? അപ്പോൾ ഇവരെ കൊണ്ട് പറയിപ്പിച്ച ഒരാളുണ്ടാവുമല്ലോ, അയാളെ വിസ്തരിക്കാൻ ബഹുമാനപ്പെട്ട കോടതി എന്നെ അനുവദിക്കണം.